എന്റെ ഹബീസർ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ വർഷവും ഈ വീട് നല്ല വൃത്തിയായിട്ട് പെയിന്റ് അടിച്ചിടുമായിരുന്നു ഈ മാസത്തില്. അമ്മോ ഇച്ചിരി കുറയ്ക്കമ്മേ. ഒട്ടും കുറയ്ക്കുന്നില്ല. എന്തിനാ കുറയ്ക്കുന്നത്? അവളൊരു വർത്താനം കൊണ്ട് വന്നിരിക്കുന്നു. നിനക്കില്ലെങ്കിലും കുറച്ച് കൂടുതൽ വർത്താനം പറയാൻ അറിയാം എന്റെ ഹബീൽദാരിയെ കുറിച്ച്. അച്ഛൻ ഇങ്ങനെ ചെയ്യണത് ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല. ഈ ഹബീൽദാർ ചെയ്യുന്നൊക്കെ നിനക്കെങ്ങനെ ഓർമ്മ വരും? നീ ഈ വീട്ടിലുണ്ടായിട്ട് വേണ്ടേ? നിനക്ക് നാട്ടിൽ ഓട്ടം അല്ലായിരുന്നു. എനിക്ക് ദേഷ്യം വരൂട്ടമ്മേ. ഓ പിന്നെ എന്ത് പറഞ്ഞാലും അവളങ്ങ് ചാടി കളിച്ചു എന്റെ ജോലി നോക്കി നീ. അമ്മേ എന്തിനാണ് അമ്മേ ഈ ചെയ്തികളൊക്കെ ചെയ്യണം? എനിക്ക് വയ്യ. നീ എന്തോ പറഞ്ഞത്? അല്ല ഇതിന് വല്ല കാര്യമുണ്ടോന്ന് ചോദിക്കുമായിരുന്നു. ഒരു കാര്യമില്ല. എടീ രാമായണ മാസം എന്ന് പറഞ്ഞാല് ചേട്ടാ പോന്നാണ്, അറിയാമോ? ചേട്ടാ പോ ചേട്ടാ. തന്നെ അതായത് ഈ രാമായണ മാസമൊന്നും കർക്കിടക മാസമൊന്നും ഒക്കെ പറയാം. ഈ വീട്ടിലുള്ള പഴയ സാധനങ്ങളെല്ലാം അടിച്ചു വാരി വല്ല മുറത്തില കൊട്ടയില വട്ടിയിലാക്കി വഴി കൊണ്ടുവന്ന് വയ്ക്കണം. അപ്പം നമ്മുടെ അശുദ്ധി എല്ലാം മാറും. എന്നിട്ട് പുതിയ സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരണം ഓണത്തോടു കൂടി ചിങ്ങമാസം പറക്കുമ്പോ. അല്ലമ്മേ അപ്പൊ ഈ ആവശ്യമില്ലാത്തതിനൊക്കെ എടുത്ത് കളയണോ? ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ പഴയ സാധനങ്ങൾ കൊണ്ട് കളയണം. എന്നിട്ട് എന്താ ഈ നാത്തിനെ കൊണ്ട് കളയാത്തെ? ഇങ്ങോട്ട് മാറും. ഒരു നിവർത്തിയില്ലല്ലോ രണ്ടിനെയും കൊണ്ട്. ഞാൻ തമാശ പറഞ്ഞാ. അങ്ങനെ തമാശിക്കണ്ട. ഈ മാസം എന്ന് പറഞ്ഞാല് പരിപാവനമായ ഒരു മാസമാണ്. ഈ മാസത്തിൽ എന്റെ ഹബീൽദാർ വെടിവെക്കത്തില്ല. നിനക്കറിയാമോ ശത്രുക്കളെ കണ്ട? ദൈവമേ ഭാഗ്യം അച്ഛൻ മരിച്ചു പോകാതിരുന്നത്. എന്റെ ദൈവമേ അമ്മ തോപ്പിക്കുള്ളൂ മനുഷ്യനെ. കനകനെ കണ്ടില്ലല്ലോ ഇതുവരെയും. ആർക്കറിയാം. അമ്മ ഏതായാലും ഒരു കാര്യം നന്നായിട്ടോ, ആ പഴയ തുണിയൊക്കെ എടുത്ത് കളയാൻ തീരുമാനിച്ചല്ലോ. പിന്നെ കുറെ പഴയ തുണികൾ എടുത്ത് കളയണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. എല്ലാം കളഞ്ഞോ? പിന്നെ അതിനിപ്പോ എന്തിനാ? ദൈവമേ ആവശ്യമുള്ള തുണിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. എനിക്ക് തരായിരുന്നില്ലേ? എന്തിനാ? അവള് പഴയത് പറക്കാൻ നടക്കുന്നു. ഇവിടെ നിന്ന് പറക്കി എങ്ങോട്ടെങ്കിലും കൊണ്ട് കളയാൻ നോക്കുന്നു. ഇങ്ങനെ ഒരു ദാരിദ്ര്യവാസി. അമ്മേ ഇനി എനിക്ക് വയ്യ, സത്യമായിട്ടും വയ്യ. എടുക്കടി എടുക്കത് കഴിഞ്ഞിട്ടാണ് എനിക്ക് അപ്പുറത്ത് പോയി ചെയ്യണം. നിങ്ങൾ രണ്ടുപേരും മന്നം എടുക്കങ്ങോട്ട്. അവൾ ഇവിടെ ഒന്നും സഹായിച്ചില്ല. അപ്പൊ നമ്മളവിടെ പോയി സഹായിക്കണ്ടേ? എടുക്ക. പിന്നെ ഇനി അവിടെ ഞാൻ എനിക്ക് പിന്നല്ലാതെ മര്യാദക്ക് എടുത്തോ എന്റെ കൈ മേടിക്കാണ്ട്. ഞാൻ എന്താ അടിമേ? അതെ നീ കുപ്പി തോന്നെടുക്ക്. എനിക്ക് പൊന്നല്ലേ എടുക്ക്. ഇതും കൂടി കഴിഞ്ഞ ആ മുറിയും കൂടി ഉള്ളത് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് പോയി ശരി. ഇനി അവിടെ പോണ്ടേ? മതി ഇത്ര വൃത്തിയൊക്കെ മതി. ഇത് കാണുന്നില്ലല്ലോ. അതാണ് ഞാൻ. ഓ ഇനിയിപ്പോ അത് കാണാൻ ഇടക്കിടക്ക് അവനെ കാണുന്ന എന്താന്ന്? ഞാനില്ല എന്നെ കണ്ടു വെച്ചിട്ട് നേരം വാങ്ങി അങ്ങോട്ട് വാ. അങ്ങോട്ട് വരെ. ഇതെന്തേണ്ടേ? അതുകൊണ്ട് വരേ. തല വെച്ചോ. ഹലോ എന്താ ഫാസിലേ? അമ്മാവനോ? എവിടെ? ശരി ഓക്കെ. വണ്ടി വിട് വണ്ടി പോകാൻ. ഞാൻ കേറട്ടെ. നേരെ ഇരിക്കുന്നു. വീട്ടിലേക്കാണ്. വീടാണ്. ആ കനലിൽ വരുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടിറക്കി? ഇങ്ങോട്ട് കൊണ്ടുപോകാനാണ്. വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്കാ. എന്റെ വീട്ടിലേക്ക് അവിടെ കിടന്ന് വെള്ളം ഇറങ്ങാതെ ചേട്ടാ ആര് സമാനം പറയാനാണ്? ഞാൻ അവിടെ കടന്നോട്ട് പുല്ലേ. എന്താ അമ്മാവൻ അടിച്ച് മൂത്തിട്ട് നമ്മുടെ പോസ്റ്റ് ഊരാൻ നോക്കണെന്ന് വഴിന്ന്. എന്തിനാ ഈ പോസ്റ്റിന്റെ ബോർഡിലൊക്കെ? ഉരീതല്ലടാ ചാരീത. തുറന്ന പിന്നെ അമ്മാവൻ ഫുൾ ടൈം ബാറില്ല. നിന്റെ കാശ് കൊണ്ടല്ല. കനക നാളെ നിങ്ങളുടെ കർക്കിടക മാസോ രാമായണ മാസം എന്തെങ്കിലും തുടങ്ങണണ്ടാ? നാളെ രാമായണ മാസം തുടങ്ങണം. ഒരു മാസത്തേക്ക് ഇനി കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കമ്പനി കൂടിയതാണ്. ഓ അത് ശരി. അപ്പൊ ഒരു മാസത്തേക്കുള്ള മൊത്തം വീശിയല്ലേ? ഏത് ടീമിന്റെ കൂടെ ബൈജു കർത്തണ്ടായി. പിന്നെ ശ്രീകുമാറിലെ ചവറേന്ന് വന്ന് താമസിക്കണ തല്ലിപ്പള്ളി ജെ പിയുടെ കൂട്ടുകാരൻ. അത് തന്നെ ആ സിമ്മിന്റെ കച്ചവടമുള്ള അവനുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ കോട്ടിട്ട് നടക്കണവനുണ്ട് കിള്ളിപ്പാലം ബൈജു. അവനൊക്കെ എത്ര അടിച്ചാലും വീട്ടിലെത്തും. അത് മാത്രം അവൻ വെളുപ്പിന് തന്നെ ഗുഡ് മോർണിംഗ് വിടും വാട്സാപ്പില്. അവൻ അവിടെ ഇട്ട് പട്ടികാക്കിയാണ്. ഞാൻ തൊട്ടില്ല. ടീമിന്റെ കൂടെ കൂടെ വണ്ടി ഓടിക്കല്ലേടോ. ഉപ്പൂലാടെ വഴി കള്ളു കുടിക്കാമോ? 2 അങ്ങോട്ട് നടക്കുന്നത്
അമ്മ അവിടെ ഇരിക്കണം നടക്കുന്നു. അമ്മ ഇന്നലെ അമ്മ കാണട്ടെ, അമ്മ കണ്ടോട്ടെ. ഞാനല്ല ഫാസിലാണെന്ന്. എന്നെ ഇങ്ങോട്ട് കൊണ്ട അമ്മാവനാന്നോ ഞാൻ നോക്കൂല. അതെ നോക്കേ, ഇവിടെ വേഷം കെട്ടെടുക്കാന്ന് ഞാൻ അമ്മേനെ വിളിക്കൂട്ടാ. ഇത് എന്ത് പട്ടി സാധനം അടിച്ചേക്കണം നാച്ചം. ഒരു കാര്യം ഞാൻ അങ്ങോട്ടില്ല. എന്തേ ചേച്ചി അറിയും. ചേച്ചി അറിയട്ടെ. ചേച്ചി അറിഞ്ഞ മാനം പോകൂടെ. നിങ്ങള് നിന്റെ കല്ല് കുടിച്ചിട്ട് റോട്ടിൽ കിടക്കുകയാണെന്നുള്ളത് അമ്മ അറിയട്ടെ. ഞാൻ ഇവിടുന്ന് വലിക്കാം. വിട് 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 നടക്കട്ടെ നടക്കട്ടെ. വിട്ട് വിട് പുള്ളി നടന്നോളൂ നടന്നോളൂ. ഞാൻ നടക്കാം. വിട്. ഞാൻ വരില്ല. ചത്താലും ഞാൻ വരില്ല. എന്താണെന്ന് തുണിയും തൂപ്പൂല്ലാതായിരുന്നു പട്ടി നക്കിയ മനുഷ്യനെ വീടിന്റെ പിന്നമ്പുറത്തേക്ക് അങ്ങ് അതിൽ കൊണ്ടുപോകാം. എന്നാ ചുമന്നോ ചുമന്നോ കാല് പൊക്ക് കാല് പൊക്ക് കാല് പൊക്ക് ഒന്നാക്കി ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമ ജയ. ഇന്നലെ കള്ളും കുടിച്ച് തലകുത്തി മറിഞ്ഞ് വന്ന ആളാണ് ഇരിക്കണ ഇരിപ്പ് നോക്ക്. ശ്രീരാമനപം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുക മടിയാതെ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുക മടിക്കാതെ. ഒരു ഭക്തി കണ്ടില്ലയോ? ഇന്നലെ നടന്നത് വല്ലതും നിനക്ക് ഓർമ്മയുണ്ടോടാ അഴകേശ? മിഥുനത്തിൽ നടന്നു ഒന്നും കർക്കിടത്തിൽ ഓർക്കാൻ പാടില്ല ചേച്ചിയെ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുക മടിക്കാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. അഴകേശ, നിന്റെ ഈ രാമായണ പാരായണം കേൾക്കുമ്പോഴേ എനിക്ക് നമ്മുടെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. സത്യം, അതേ ശബ്ദം. രാമ ശ്രുതിയോടെ വന്ദ്യന്മാരെ കാരണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. ഡീറ്റസ് എവിടെ? അല്ല, അത് ഈ മാസം മീനും ഇറച്ചിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അവൻ പാലാക്കി വിട്ടു. എവിടേക്കാച്ച പോട്ടെ. കാരണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. അല്ല ജമജൻ, നിന്റെ മുഖം എന്തടി വല്ലാതിരിക്കുന്നത്? ഇന്നലെ തൊട്ട് തുടങ്ങിയതാണല്ലോ ഇത്. അതിപ്പോ രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ചില്ല, അതിന്റെ ക്ഷീണാവും. ഇന്നലെ അവൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അതിന് ഇന്നലെ നടന്നല്ലോ നിനക്ക് ഓർമ്മയുണ്ട്? നിനക്ക് വല്ല ബോധം ഉണ്ടായിരുന്നാടാ ഇന്നലെ? വാരണമുഖന്റെ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനോളം വന്ദിക്കുന്നേ. നിനക്കൊന്ന് പോണ്ടേ? പോണം, അതിനിപ്പോ ഇത് കഴിയണ്ടപ്പാ, ഭക്ഷണം കഴിക്കാൻ നമുക്ക്. അല്ല, ഇതിപ്പോ കഴിയും. നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോ കണ്ണി അങ്ങനെ വായിക്കുക. അങ്ങനെ കർക്കിടക മാസം അവസാനത്തെ ദിവസം ആകുമ്പോഴേക്കും നമ്മൾ പട്ടാഭിഷേകം വായിക്കും. അപ്പൊ നമുക്ക് സർവേശ്വരന്റെ എല്ലാ അനുഗ്രഹവും ലഭിക്കും. എന്നും ഇത് മുടങ്ങാണ്ട ചെയ്യണം. ഇതാ ഞങ്ങളുടെ അച്ഛനുള്ള കാലം മുതലുള്ളതാണത്. എന്നാ പോവാൻ റെഡി ആയിക്കോ. ശ്രീരാമനാമം പാടി വന്ന വെങ്കിളി പെണ്ണേ ശ്രീരാമചന്ദ്രൻ നീടുക മടിക്കാതെ പൈതൽ താനും നീ ഈ ഭാഗം കൂടെ വായിച്ചിട്ട് കയറി വാ. ചായ എടുത്തോളൂ. ഞാൻ വരാം. ചായ എടുത്തോളൂ. ചായ എടുത്തു. മധുരത്തിൽ കുറച്ച് മതിയേ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. ജമന്തിയെ, ഈ വിളക്കെടുത്തിട്ട് അങ്ങോട്ട് ഫോട്ടോത്തിന്റെ അങ്ങോട്ട് വെച്ചോളൂ. ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചാ. രാമ രാമ രാമ. എന്താ ഭയങ്കര ചിന്തയിലാണല്ലോ. അതെ, നമ്മള് സുഷമേച്ചിയുടെ കല്യാണത്തിന് പോയില്ലേ? അവരിങ്ങോട്ട് വിരുന്നിന് വിളിക്കണ്ടേ? വിളിക്കണം. അതിന് ഇനി സമയമില്ലാന്ന്. അവര് മലേഷ്യക്ക് പോവാ. ഏട്ടാ, അവര് മലേഷ്യക്ക് പോണതിന് മുമ്പ് വിരുന്നിന് വിളിക്കണ്ടേ? അതെങ്ങനെ നടക്കും? എന്താ? ഇത് കർക്കിടക മാസല്ലേ, രാമായണ മാസല്ലേ?
അല്ലേ? എന്തും പറഞ്ഞ് അവര് മലേഷ്യ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വിളിക്കണേ? അത് രണ്ടും കൂടി നടക്കില്ല. ഏട്ടാ എന്നാ കേട്ടോ, അവര് നാളെ ഇങ്ങോട്ട് വരും. വരൂന്ന് ആര് പറഞ്ഞു? അവര് പറഞ്ഞു അവർക്ക് പോണതിന് മുമ്പ് ഇവിടം വരെ വരണമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ പോര്, വിരുന്നു ആയല്ലോ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നല്ലൊരു ഉഗ്രം സദ്യ ഉണ്ടാക്കാം. സദ്യ പോരാ, ആ സുഷമേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ ചിക്കൻ തോരൻ. പിന്നെ സുഷമേച്ചി പ്രത്യേകം പറഞ്ഞു ചേട്ടന് ബീഫാ ഇഷ്ടമെന്ന്. അപ്പൊ അത് രണ്ടും എന്തായാലും വേണം. അതെങ്ങനെ നമ്മളിപ്പോ വെക്കും? അതിനെന്താ വെച്ചാല് നമ്മൾ കഴിക്കാതിരുന്ന പോരെ? ഞാൻ നിന്നെ മണ്ടക്കം കേട്ടോ. എന്തോ അമ്മ സമ്മതിക്കില്ല അതിന്. അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കണം. അമ്മയെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കും? എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. ഇത് കർക്കിടക മാസമാണ്, ഇറച്ചി മീനൊന്നും ഇവിടെ വാങ്ങിക്കില്ല. പിന്നെ നിനക്കറിയില്ലേ? കർക്കിടകമൊന്നും ഇല്ല അമ്മയ്ക്ക്. ഇപ്പൊ ചിങ്ങമാസം ആണെങ്കിലും ഞാൻ ചിലപ്പം മൂഡ് ശരിയല്ലെങ്കിലേ ഞാൻ ചിലപ്പോ സുഷമേച്ച് വരണ്ട് എന്ന് പറയുമ്പോ അമ്മ ദേ മുഖം ഇങ്ങനെ ആക്കും, കാണിക്കും. എനിക്കറിയാം. അതുകൊണ്ട് ഏട്ടനൊന്ന് നിർബന്ധിച്ചാൽ മതി, സമ്മതിക്കും. അല്ല, എനിക്കിപ്പോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അമ്മ സമ്മതിക്കാച്ചാ പിന്നെ വിരുന്ന് വിളിക്കുന്നതിന് എന്താ കുഴപ്പം? ആ ഏട്ടനൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ സുഷമേച്ചിയുടെ വീട്ടിൽ വിരുന്നിന് വിളിച്ച ഓർമ്മയുണ്ടാ? പിന്നെ അപ്പൊ എന്താ കഴിക്കാൻ തന്നെ? അത് ഓർമ്മയില്ലായിരിക്കും. നെയ്ച്ചോറ് നല്ല എരിവുള്ള കോഴിയിറച്ചി. ആ അത് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാ അവര് ഇവിടെ വരുമ്പോഴത്തേക്കും ചുമ്മാ സദ്യയും കഞ്ഞിയൊക്കെ കൊടുക്കണേ? അതന്നെ ഞാനും പറയണത്. അമ്മ സമ്മതിക്കുകയാണെങ്കിൽ ചെയ്യാം. അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കണം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഏട്ടൻ ഒന്ന് പറയട്ടാ. അമ്മേ, അതെ ഇവളുടെ മറ്റേ കുഞ്ഞമ്മയുടെ മോളില്ലേ സുഷമ, കല്യാണം കഴിഞ്ഞ്. ഇപ്പം അപ്പൊ അവര് 2-3 ദിവസം കഴിഞ്ഞ മലേഷ്യക്ക് പോവാത്രേ. അപ്പൊ അതിന് മുമ്പായിട്ട് അവരിങ്ങോട്ട് വരുന്നുണ്ട്. കർക്കിടക മാസമായിട്ടാ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ നമ്മള്? അതാ ഞാനും പറഞ്ഞത്. ഈ കർക്കിടക മാസത്തിൽ ആരെങ്കിലും വരുന്നതിന് ക്ഷണിക്കുവോ? എന്താ അമ്മ ഇങ്ങനെ പറയണേ? എടീ, രാമായണ മാസം നമ്മൾ മേനു ഇറച്ച വെറും കഞ്ഞി കൊടുത്താൽ മതി. അല്ല, അവള് വിളിച്ചതല്ല, പിന്നെ അവരിങ്ങോട്ട് വരാന്ന് പറഞ്ഞതാണ്. അല്ല, ജമന്തി പറഞ്ഞത് ശരി തന്നെ. പക്ഷെ അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളെ വെറുതെ വിടുന്നത് ശരിയല്ല. അവര് അതാ ഞാനും പറഞ്ഞേ. ഒരു കാര്യം അല്ല, ചെയ്യാം. ഞാൻ പറഞ്ഞേ പിന്നെ അമ്മ ഇറച്ചി മീനും വാങ്ങിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇവിടെ വയ്ക്കാൻ സമ്മതിക്കത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, തങ്കത്തിന്റെ വീട്ടിലേക്ക്. എന്താ? ഇറച്ചി മീനൊക്കെ അവിടെ ആയിക്കോട്ടെ. അതാവുമ്പോ ക്ലീറ്റോ ചേട്ടാ ഉണ്ടാക്കി കൊടുക്കും. അത് തന്നെ. എന്താ അവനോട് അതിന്റെ സമ്മതമൊക്കെ ചോദിക്കാൻ? അല്ലല്ലല്ല, ഇന്നലെ ഇറച്ചി മീനും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇറങ്ങി പോയതാ അവൻ. അതൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഏട്ടാ, മീൻ എന്ന് പറഞ്ഞ ആള് വീണോളും, നമ്മള് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ. അതെ അതെ. എന്നാ പിന്നെ ഞാൻ പോയി ചോദിക്കും. നീ ഒരു കാര്യം, നീ പോയി ചോദിക്കും. ഞാൻ പോയി ചോദിക്കട്ടെ? പോയി ചോദിക്കോ? പിന്നെ നമുക്ക് നടത്തുന്നതിന് വിഷമമൊന്നുമില്ല. രാവിലെ പോയതാണല്ലോ ചേട്ടാ, എവിടെ പോയി? എന്റെ ഭാര്യയെ കൊച്ചിനെ കാണാൻ പോയതാ. സന്തോഷിപ്പിക്കല്ലേ? അതെ, ഞാനൊരു സത്യക്രിസ്ത്യാനാണെന്നുള്ള കാര്യം നിനക്കറിയാലോ. ഇറച്ചി മീനൊന്നുമില്ലാതെ എനിക്ക് പറ്റത്തില്ല. പറയണ കേട്ടാ തോന്നുന്നു എല്ലാ ദിവസവും ഇവിടെ ഇറച്ചി മീനൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാന്ന്. എന്തിനാണ് ക്ലീറ്റ? നീ എന്നെ മാധ്യമ വിചാരണ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ഞാനൊരു രാഷ്ട്രീയക്കാരനാ. അതെ, രാവിലെ തന്നെ എന്റെ മെക്കിട്ട് കയറാൻ വരണ്ട. അവിടെ മരുന്ന് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്ത് കുടിച്ചോ. കഞ്ഞി നീ എന്നിട്ട് കഞ്ഞി കുടുംബം കുടിച്ചാൽ മതി. കഞ്ഞി ഇങ്ങനെ അഹങ്കാരാവാൻ പാടില്ല കേട്ടാ മനുഷ്യന്. ക്ലീറ്റോ എന്താ വലിയ കൊമ്പത്തെ കുടുംബത്തിൽ ജനിച്ചതാ? സാധാരണ കുടുംബത്ത് തന്നെയാണ്. അപ്പൊ വന്ന വഴി മറന്നുകൊണ്ട് വർത്താനം പറയരുത്. നീ എന്നെ ഭരിക്കാനൊന്നും നിൽക്കണ്ട. എന്റെ തുണിയെല്ലാം എടുത്ത് പാക്ക്. വന്ന വഴിക്ക് ഞാൻ പോവുക ഇങ്ങോട്ട് പാലായിൽ എന്റെ കുടുംബത്തിലേക്ക്. ഇനി കർക്കിടകം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നുള്ളൂ. സത്യം? ഭഗവാനെ, വർഷത്തിൽ 12 മാസം കർക്കിടകമായിട്ട് ആചരിക്കണം. ഓ, നിന്റെ മനസ്സിരിപ്പ് ഇതാന്ന് എനിക്കറിയാടി. ഞാനിവിടെ നിനക്ക് ശല്യമാണല്ലോ. ഓ, നോക്ക്. കഞ്ഞി എവിടെ ഇരിക്കണം? ഏത് കഞ്ഞി? ഏത് കഞ്ഞിതാ? അപ്പൊ അതും ഇല്ലേ? അവിടെ ഇരിപ്പുണ്ട്. ക്ലീറ്റ് എന്തിനീ ചാടണേ? തന്നെ എടുത്ത് കഴിക്കുമോ അതോ ഞാൻ എടുത്ത് തരണോ? വേണ്ടേ, ഞാൻ എടുത്ത് കടിച്ചോളാം. എന്താടി? അതെ, അമ്മായിമ്മയോട് എനിക്ക് ആദ്യമായിട്ട് ഇഷ്ടം തോന്നിന്ന്. അപ്പൊ അമ്മ പറയണതിൽ വല്ല വ്യത്യാസം ഉണ്ടോ? എന്താ? നിനക്ക് അമ്മേനോട് സ്നേഹം ഇല്ല, ഇപ്പഴല്ലേ നിനക്ക് തോന്നിയത്? ദുഷ്ടത്തി. അതല്ല, ഇന്നാള് കല്യാണം ഉണ്ടായില്ലേ ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ മോള് സുഷമേച്ചി. സുഷമേച്ചിനെയൊക്കെ വിരുന്നിനെ വിളിച്ചേക്കാം. അതെ, ഇച്ചിരി പയറ് തോരൻ വെച്ചോ. എന്തിനു? വിരുന്നുകാർ വരുമ്പോ കൊടുക്കാം കഞ്ഞിയുടെ കൂടെ. ദേഷ്യത്തിലാണോ? വാതകറിക്ക. അതല്ലാന്നേ, ക്ലീറ്റോ ചേട്ടൻ കൂടി സന്തോഷമുള്ള കാര്യ. ഇങ്ങോട്ട് വാ. നിന്റെ കെട്ടിയന്റെ ജോലി പോയോടി? ദേ, ചുമ്മാ തമാശ കളിക്കല്ലേ.
എന്ത് കാര്യടി? എന്നാ അവിടെ നിക്കട്ടെ. അടേ നാത്തൂനെ, അമ്മയുണ്ടല്ലോ മീനും ഇറച്ചിയും ഒക്കെ വെക്കാൻ സമ്മതിച്ചു. ആ വിരുന്നിനെ മീനും ഇറച്ചിയൊക്കെ വെക്കാൻ സമ്മതിച്ചൂന്ന്. ഇവിടെയോ? ആ ക്ലീറ്റോ ചേട്ടാ അവര് വരുമല്ലേ, അപ്പൊ പച്ചക്കറി മാത്രം കൊടുക്കാൻ പറ്റോ? അതുകൊണ്ട് മീനും ഇറച്ചിയും എന്താന്ന് വെച്ചാ വച്ചോ, അത് അവിടെ വെക്കരുത് ഇവിടെ വെക്കണോന്ന് പറഞ്ഞു. സന്തോഷം. നല്ല രസായിരിക്കും കേട്ടോ. നന്നായി നന്നായി. ഇറങ്ങി പൊക്കോണം വീട്ടിന്ന്. കർക്കിടക മാസത്തിൽ ഇവിടെ ഇറച്ചി മീനും വെക്കാന്നോ? എന്ത്? ആഹാ, എന്റെ അമ്മയമ്മ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞെങ്കിൽ അത് സാധിച്ചു കൊടുക്കാന്നുള്ളത് ഈ മരുമോന്റെ കടമയാണ്, കർത്തവ്യമാണ്, അത് മരുമോന്റെ ഉത്തരവാദിത്വമാണ്. എത്ര ഉത്തരവാദിത്തം കുറച്ച് കാണിച്ചാൽ മതി. ഇവിടെ വെക്കാൻ ഞാൻ സമ്മതിക്കൂല. നാത്തൂനെ കഷ്ടമുണ്ട്, എന്നെ ഒരു കഷ്ടമില്ല. എന്നെ നാണം കെടുത്തല്ലേ, പ്ലീസ് ഒന്ന് പറ. നിന്റെ സമ്മതം ഇവിടെ ആർക്കോടി? ഇത് എനിക്കൂടെ അവകാശപ്പെട്ട വീടാണ്, ഞാൻ തീരുമാനിക്കും ഇവിടെ. ആ എന്റെ സമ്മതം ഇല്ലാതെ നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കൊന്ന് നടത്തി നോക്കിക്കേ. വിവരം അറിയും നിങ്ങൾ. എന്തറിയാനൊന്നുമില്ല. ആ അറിയാം. ഞാൻ അമ്മേനോടൊന്ന് ചോദിച്ചോട്ടെ. എനിക്ക് അതെ, നീ എന്തറിഞ്ഞിട്ടാണ് ചേർന്നത്? വീട്ടില് ഭർത്താവ് പറയണത് ഭാര്യ അനുസരിച്ചാ മതി. ഒരനുസരണയില്ല എനിക്ക്. അതെ, സമാധാനപ്പെടും. ഇല്ല, ഈ പേരിൽ നമുക്ക് ഈ മാസത്തെ വീട്ടു സാധനങ്ങളെല്ലാം കനകന്റെ ചിലവിൽ വാങ്ങാം. ആലോചിച്ച് നോക്ക്. ഈ പേരിൽ നമുക്ക് വീട്ടിൽ വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കനകന്റെ പേരിൽ വാങ്ങിക്കാം. ഒന്നുമില്ല. ഇവക്ക് ഇവിടെ പ്രശ്നം എന്താണെന്നറിയാൻ പോടി, ഇതെല്ലാം ഒറ്റയ്ക്ക് ഞാൻ ചെയ്യണ്ടേന്ന്. അതാണ് ഞാനത് പറഞ്ഞു. ഇപ്പൊ അവക്കെല്ലാം മനസ്സിലായി. പിന്നെന്താ, അടിച്ചു പൊളിക്കും നമ്മള്. അവർ ഇതുവരെ ഒരു വീട്ടിൽ നിന്നും കഴിക്കാത്ത രീതിയിലുള്ള സദ്യ നമ്മൾ അവർക്ക്. ഇന്ന് ഉച്ചക്കേ കുറച്ച് തകരടല കിട്ടൂടാ, ഉപ്പേരി വെക്കാറുണ്ട്. തകരൊന്നും കിട്ടൂല മാവാ. ആടാ, ഞാൻ ഒരുപാട് സ്ഥലത്ത് നോക്കി, തകരല്ലേ എവിടെയും. അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. തഴുതാമ കിട്ടും ഇവിടെ എവിടെയും? തഴുതാമ അങ്ങോട്ട് പോടത്തേക്ക് പോയി അവിടെ ഉണ്ട്. ആൾ സഞ്ചാരമുള്ളടത്ത് പറ്റില്ല, കുട്ടികൾ മൂത്രമൊഴിച്ചുണ്ടാവും. വല്ല കാട്ടിലെ തൊടിയിലൊക്കെ പോകണം. അമ്മാവയ്ക്ക് മാത്രമല്ലേ വേണ്ടോ, കഴിക്കാൻ പോലെ. എടാ, ഈ തഴുതാമ പറയുന്ന സാധനം കാൽസ്യാണ്, കണ്ണിന് കാഴ്ച ഉണ്ടാവും. ചെറുമീനൊന്നും തിന്നണ്ട, ആൾക്കാർക്ക് അറിയേണ്ടത്. മത്തന്റെ ഇലയൊക്കെ ഉണ്ടോ ഇവിടെ? പയറിന്റെ ഇലയൊക്കെ നമ്മുടെ വളപ്പിലൊന്നുമില്ല, അപ്പുറത്തെ വീട്ടിലുണ്ട്. വേണം ഒരു ദിവസം മത്തന്റെ ഇല, ഒരു ദിവസം പയറിന്റെ ഇലയൊക്കെ വേണം. ഇവിടെ എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ ക്ലീറ്റോ തന്നെ വേണം. വേണ്ടേ? അങ്ങനെ തന്നെയല്ലേ. നാളെ ഒരു കുറച്ച് മത്തന്റെ ഇല എവിടെ കിട്ടുമോ നോക്ക് കേട്ടോ. എന്തായി? മട്ടൻ വാങ്ങേണ്ടത് അമ്മാവൻ മത്തന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്നാ. ഞാനൊരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇനി എന്തെങ്കിലും സാധനം വിട്ടുപോയിട്ടുണ്ടോ നോക്ക്. ചിക്കൻ 5 കിലോ എന്തിനാണ്? എന്റെ അളിയ, ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കന്റെ ഒരേനം അല്ല ഉണ്ടാക്കണത്. ചിക്കൻ ചില്ലി, ചിക്കൻ തോരൻ, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ. ഇതിൽ ഏതാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് പറയാക്കൂല. മാത്രമല്ല തങ്ക ഇതിൽ എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ട് ഉണ്ടാക്കുമല്ലോ. 2 കിലോ വാങ്ങിച്ചാ പോരെ? എന്റെ അളിയ, നീ ഇത് എന്തോന്ന്? അല്ല, അവര് 2 പേരല്ലേ വരുന്നുള്ളൂ. നമ്മളാണെങ്കിൽ ഇവിടെ ആരും കഴിക്കുന്നു. അതെ അതെ, ഒരു കാര്യം ചെയ്യും, നമുക്കിതെല്ലാം 1 കിലോ വെച്ച് വാങ്ങിക്കാം. ആരെങ്കിലും ഒരാളെ വരാൻ പറ. എന്തോ നളിയാ ഇത്. എന്നാ പോട്ടെ. പിന്നെ ഹോർലിക്സ് എന്തിനാണ്? എന്തിനാ ഹോർലിക്സ്? ഹോർലിക്സ് എനിക്ക് കലക്കി കുടിക്കാൻ. ഒരു വിരുന്നുകാരൊരു പയ്യനും പെണ്ണും കല്യാണം കഴിഞ്ഞവർ വരുന്നവരാണ്. അവർക്ക് നമ്മൾ വന്ന ഉടനെ കൊടുക്കേണ്ടത് എന്താണ്? ഹോർലിക്സ്. അതുപോലെ അവർ തിരിച്ചു പോകുമ്പോഴും അത് തന്നെ കൊടുക്കണം. എടാ, ഈ ചായയും അങ്ങനത്തെ വെള്ളമൊക്കെ ഇവിടെ കൊടുക്കില്ലേ? ഈ ഭക്ഷണം മാത്രമല്ല അവിടെ വേണ്ടു. അത് പാടില്ല. അങ്ങനെ ഒരു വേർതിരിവ് അത് വേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് കൊടുക്കുമ്പോൾ പിന്നെ ബാക്കി ഇവിടെ കൊടുത്താൽ പോരെ. അത് വേണ്ട, സൽക്കാരമല്ല അവിടെ. അതെ, എന്തിനാ ഈ ചായപ്പൊടി 1 കിലോ എഴുതിയിരിക്കുന്നത്? ചായപ്പൊടി 1 കിലോ ചായ? അത് 1/2 കിലോ ആണ്. 1 കിലോ അത് മാറി എഴുതിയത്. 1/2 കിലോ മതി. അത് ശരി, നോക്കട്ടെ. ഇതിലെന്താ കുരുമുളക് പൊടി 1/2 കിലോനോ? 500 ഗ്രാം എഴുതിയേക്കണ്. ബീഫ് ഒലത്താൻ. കുരുമുളകിനൊക്കെ എന്താ വില എന്ന് കരുതി നീ? കുരുമുളകിന് വിലയുണ്ടാവും, നമുക്ക് അവരുടെ മുമ്പിൽ ഒരു വിലനില ഉണ്ടാക്കണ്ടേ. അതെന്താ അറിയോ, 500 എഴുതിയത് ഒരു 0 വെട്ടിയാ 50. ഓ ശരി, 50 ഗ്രാം ആവും തങ്ക എഴുതിണ്ടാവും. ഓ എടാ, നീ ഒരു കാര്യം ചെയ്യ്, നീ അവരെ വിളിച്ച് വരണ്ടാന്ന് പറയലിയാ. എന്തിനും ഇങ്ങനെ ദാരിദ്ര്യം കാണിക്കണേ? എന്ത് കൊടുക്കുമ്പോൾ അന്തസ്സായിട്ട് കൊടുക്കണം. അതെ, ഒരു കാര്യം ഞാൻ പറയാം, അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ ഇതൊക്കെ കൊടുത്ത ഒരു അന്തസ്സ് ഉണ്ടാവണം നിങ്ങൾക്ക് തന്നെ, അല്ലാതെ എനിക്കല്ല. ഞാൻ ഓരോ ഇനം വിളമ്പുമ്പോഴും ഞാൻ പറയും, ഇത് കനകം പറഞ്ഞിട്ടുണ്ടാക്കിയതാ, ഇത് തങ്കം പറഞ്ഞിട്ട് തങ്കത്തിന് ഭയങ്കര നിർബന്ധമായിരുന്നു, ഇത് ജമന്തിക്ക് ഇഷ്ടപ്പെട്ടതാ, ഇത് അമ്മ പറഞ്ഞിട്ടാ എന്നൊക്കെ പറഞ്ഞൂടെ. ഇതിപ്പോ ഒരു കല്യാണത്തിനുള്ള ലിസ്റ്റ് ഉണ്ടല്ലോ, നീ ഇതിന്റെ പേരും പറഞ്ഞ് വീട്ടിലെ സാധനങ്ങൾ മൊത്തം വാങ്ങിക്കാനുള്ള പരിപാടിയാണോ? ഒരുമാതിരി ചൊറിയണ വർത്താനം പറയരുത് കനക കേട്ടാ. അല്ല പറയ, ഞാൻ വിട്ട് ഇഷ്ടം പോലെ. വാ, നീ എവിടെ? പിന്നെന്തോന്ന്
അല്ല ഇതേ ഞങ്ങൾ വാങ്ങിക്കൊടുന്ന് തന്നാ മതി അതോ ആ മതി. എന്നാ പിന്നെ നിങ്ങൾ വാങ്ങി ഇവിടെ വേവിച്ച് നിങ്ങൾ തന്നെ അതെല്ലാം അങ്ങ് വിളമ്പിക്കോ. ആ വേണ്ട അല്ലെങ്കിൽ അവൻ എന്നെ കൊടുക്ക് നീ മേടിച്ചോ. ഇതൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ മതി. വാങ്ങിക്ക് നീ. എന്ത് കാര്യം പറഞ്ഞാലും ഒരു വിശ്വാസം കുറവാ. എത്ര രൂപ വേണ്ടി വരും പറ. രൂപ ഇപ്പൊ ഇതിന് എല്ലാം കൂടെ നോക്കിയാ അധികമൊന്നും ആവൂല. ഒരു 2500 രൂപ അത്രേ വരുള്ളൂ. ചിക്കന് വില കുറഞ്ഞല്ലോ ഇപ്പോ നിയമൊക്കെ വന്നത് അറിഞ്ഞില്ലേ നീ? ആ ചിക്കന് വില കുറഞ്ഞു. പക്ഷേ ഇവിടെ ചെല്ലുമ്പോൾ അവിടെ GST ഉണ്ട്, ഇവിടെ GST ഉണ്ട്. വാങ്ങുന്നവർക്ക് GST എന്ന് പറഞ്ഞ് ഒരു 100 GST. 2500 രൂപയുടെ പരിപാടി ഒന്നും വേണ്ടടാ. 2 പേരല്ലേ വരുന്നുള്ളൂ. ഒരു കാര്യം എന്റെ പൊന്നളിയാ, നീ പോയി അതിന്റെ അല്ല, എന്താന്ന് വെച്ചാ ചെയ്യളിയാ. ഈ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് 100 കാര്യങ്ങൾ വേറെ കിടക്കണതിന്റെ ഇടയിൽ ഒരു സഹായം ചെയ്യണതാ ഞാൻ. ശരി നമുക്ക് 2000 ഒതുക്കാം. 2000 രൂപ വരാം കേട്ടോ. അവിടെ 2000 കുഴപ്പമില്ല, എനിക്ക് അറിഞ്ഞൂടാ എന്റെ സ്വഭാവം. അത് മേടിച്ചോ. അമ്മ എന്താ ഉദ്ദേശിക്കണേ? അല്ല ഞാൻ പറയുകയാണെങ്കിൽ അല്ല മാവാ എന്നെ കൂട്ടത്തില് ചെറിയ പക്ഷെ അത് ഈ മാസം വേണ്ട. അമ്മാവനല്ലേ വേണ്ടായുള്ളൂ, എനിക്ക് കുഴപ്പമില്ല. കാശ് അപ്പൊ വിരുന്നൊക്കെ എല്ലായിടത്തും കഴിഞ്ഞോ? ഒരുവിധം എല്ലാം കവർ ചെയ്ത് ചേച്ചി. നീ ഇതോടെ ഉള്ളൂ ലാസ്റ്റ്, കാരണം നാളെ പോവല്ലേ. നാളെ പോണാ? എപ്പോഴേക്ക് ഫ്ലൈറ്റ്? വൈകുന്നേരം 7:30 അല്ലേ ഏട്ടാ? അപ്പൊ നല്ല വീട്ടിലൊക്കെ എല്ലായിടത്തും പോയോ? വീടുകളെല്ലാം കവർ ചെയ്തു, കാരണന്മാരെല്ലാരും പോയി കണ്ടു. ഇനിയിപ്പോ ഹണിമൂണൊക്കെ അങ്ങ് ചെന്നിട്ടാ മാത്രം. അതെ, മലേഷ്യയിൽ ശരിക്കും എന്താ ബിസിനസ് ആണ്, റെസ്റ്റോറന്റ് ആണ്. നമുക്ക് 3 റെസ്റ്റോറന്റ് ഉണ്ട്. അവരുണ്ട്. റെസ്റ്റോറന്റ് ഓണർ തന്നെ. അതൊക്കെ ഭാഗ്യം വരണ വഴിയാണ്. ഇവളുടെ അച്ഛൻ എപ്പോഴും എന്നെ ഫോൺ ചെയ്ത് ഇങ്ങനെ പറയും, ഇവളുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ, ഞാൻ ഇനി എന്താ ചെയ്യാ. കാരണം അനിയത്തിയോടെ കല്യാണം കഴിഞ്ഞു, ചൊവ്വാദോഷമായിട്ട് ഇങ്ങനെ മുടങ്ങി നിൽക്കുക. വൈകി എന്താ പോയി ഇത്രയും നല്ലൊരു പയ്യനെ കിട്ടാനാണ്. അതാണ് യോഗം. ശരിക്കും എനിക്ക് ഇപ്പോഴാണ് അതിന്റെ ഒരു ഭാഗ്യം വന്നത്. അതെ ഏട്ടാ, ഈ പറഞ്ഞ അമ്മാവൻ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. അത് എന്റെ പോലത്തെ പ്രശ്നം തന്നെ, ചൊവ്വാദോഷ. അല്ല ചൊവ്വാദോഷൊക്കെയാണ്, ഇനിയിപ്പോ എന്താന്ന് പറയാൻ പറ്റും. മലേഷ്യന്ന് ആലോചിക്കാൻ പറഞ്ഞാലെന്നാ. അത് ശരിയാണ്. പുള്ളി മലേഷ്യയിൽ പെട്ടെന്ന് കിട്ടാണ്ട് ഇറങ്ങി തിരിഞ്ഞിട്ടപ്പോ ഇവിടെ വന്നു. അതുകൊണ്ട് ഞങ്ങൾ അമ്മാവനെ അങ്ങ് കൊണ്ടുപോയി. വേണ്ട വേണ്ട, ഞങ്ങളൊക്കെ അങ്ങോട്ട് വരൂ കേട്ടോ മലേഷ്യക്ക്. എല്ലാരും വായോ? എല്ലാരും പോരെ? ആര് വന്നില്ലേലും ഇവള് വരും, കാരണം അവൾക്ക് പാസ്പോർട്ട് ഒന്നും ഇല്ലല്ലോ. എന്റെ ക്ലീറ്റ് ഇതേപോലെ കുറെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അല്ല അത് ചിലപ്പോ ശരിയാവും, കാരണം ക്ലീറ്റോനും ഇല്ല പാസ്പോർട്ട്. അതുകൊണ്ട് അവൻ വരും. ലണ്ടനും അമേരിക്കയും ജർമ്മനിയിലൊക്കെയാണ് അവന്റെ പര്യടനങ്ങളെ, ഈ പാർട്ടി പരിപാടിക്ക് പോണതേ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഈ ബോംബെ, ചെന്നൈ, ബോംബെ, ചെന്നൈ ഒക്കെ. ഈ ചേച്ചി എല്ലാരോടും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. ചേച്ചി വിഷമിക്കണ്ട ചേച്ചി, ഇതിനൊക്കെ നമുക്ക് തിരിച്ചടിക്കാം. അല്ല അവൾക്കറിയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്ക പോലെ ഈ അടുത്തുള്ള രാജ്യമൊന്നും അല്ലല്ലോ ചെന്നൈയും ബോംബെ ഒക്കെ. അപ്പൊ അതാണ് അവള് പറഞ്ഞത്. കൊറേ പണിയുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ. ശരി, അല്ല നീ ഇപ്പൊ പോണേ? എന്തേ? അവനത് വൃത്തിയായിട്ട് ചെയ്തോളൂ. അതിന്റെ ഇടയിൽ കൂടെ പോയിട്ട് വരകാന്ന് കണ്ട. അതിന് ക്ലീറ്റോ അല്ലല്ലോ അടുക്കള പണി ചെയ്യണേ, ഞാനല്ലേ. അല്ല നീ ചെന്നോ, നീ അങ്ങോട്ട് ചെല്ലല്ലോ. കാരണം ഇവിടെ ഇനി നീ വല്ല വെട്ടി തരം വിളിച്ചു പറയും. ഞാൻ കഴിച്ചു. എന്റെ കർത്താവേ, എന്ത് ഇതുപോലെ വിരുന്നുകാർ വന്നെങ്കിൽ എന്റെ കാര്യം പട്ടിണിയില്ലാതെ അങ്ങ് പോയേനെ. അളിയോ, ഇതാണ് ആകെയുള്ള അളിയ. ഞാൻ കണ്ടിട്ടുണ്ട് കല്യാണത്തിന്. ഓർക്കണുണ്ടോ? കല്യാണത്തിനെ MLA തൊട്ടടുത്ത് നിന്ന് വെള്ളയൊക്കെ ഇട്ട് ഫോട്ടോ എടുത്ത ഞാനായിരുന്നു. ചേട്ടൻ നല്ല പിടിപാടാണ് കേട്ടോ. പിന്നെ എന്നാണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്ന കേട്ടോ. അതെ, 2 ദിവസം കാണുമല്ലോ. ഇല്ല, ഞങ്ങള് നാളെ പോയി. നാളെ പോകുന്ന അല്ല അമ്മ പറഞ്ഞില്ലേ ഇവര് 2 ദിവസം ഇവിടെ നിൽക്കാൻ കാണുന്നു. ഇല്ല, അവർക്ക് വിസ എല്ലാം റെഡിയായി. അതെയാ? അതെ, എന്തായി അവിടെ കഴിക്കാം? അല്ല അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടല്ലേ ഇങ്ങോട്ട് പോന്നേ. എന്റെ പൊന്നു മോളെ, വിളമ്പണ്ട എല്ലാം വിളമ്പി ഞാൻ വെച്ചിട്ടാ ഇങ്ങോട്ട് പോന്നെ. പിന്നെ വേണ്ട, നിനക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചമ്മണ്ട ജമന്തി പറയും നിനക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണെന്ന്.
അതുപോലെ മോൻ ഇഷ്ടപ്പെട്ട ബീഫ് പുലത്തിയത്, ബീഫിന്റെ ആളാ. അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മട്ടൺ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, കൊഞ്ച് അമ്മയുടെ കരിമീൻ പൊള്ളിച്ചതുണ്ട്. നീ അവിടെ ഉണ്ടാക്കിയ സാധനങ്ങൾ മുഴുവൻ ഇവരോട് പറയേണ്ട കാര്യമില്ലല്ലോ, കഴിക്കാൻ പോവല്ലേ. നിങ്ങൾ ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞോണ്ടിരുന്ന പിന്നെ ഞാൻ അവരെ വിളിക്കും. അല്ല മാവാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് കർക്കിടക മാസം അല്ലേ, രാമായണ മാസം, എന്നിട്ട് നിങ്ങളുടെ ഇറച്ചി മീനും ഒക്കെ കഴിക്കൂ? പിന്നെ അല്ല, ഇവരൊന്നും കഴിക്കൂല, ഞാൻ കഴിക്കില്ല. ഞങ്ങള് വ്രതത്തിലാണ്. അയ്യോ, ഞങ്ങള് വ്രതത്തിലാണ്. ഞങ്ങള് കഴിക്കില്ല, ഇറച്ചി മീനും ഒന്നും നമ്മൾ കഴിക്കില്ല. ഇപ്പൊ ഇനിയിപ്പോ എന്തോ ചെയ്യും? അല്ല വിഷമിക്കണ്ട, കർക്കിടക കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് കർക്കിടക കഞ്ഞി കുടിക്കാം. വരൂ. എന്നാൽ ഈ പിള്ളേർ എന്തൊരു ചതി അറിയാം നമ്മളോട് ചെയ്ത്. ഈ 2500 രൂപയ്ക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്നോട് ഞാൻ എന്താ പറഞ്ഞത്? ഇത്ര സാധനം പൈസ കൊടുത്തൊരു സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞാ. ഇതിപ്പോ ഇവരിങ്ങനെ വ്രതത്തിലാവുന്നു ഞാൻ അറിഞ്ഞോളിയാ. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നില്ല. ഇനിയിപ്പോ ഒന്നും ചെയ്യാനൊന്നുമില്ല. നിനക്ക് ഏതായാലും ഒരാഴ്ചത്തേക്കുള്ള കോളുണ്ട്, വെച്ചങ്ങ് കയറ്റി.